أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ശ്രോതാക്കളെ, മനുഷ്യന്മാരിടയിൽ അള്ളാൻ്റെ ഔലിയാക്കളുമുണ്ട്, ശൈത്താന്മാരെ ഔലിയാക്കളുമുണ്ട്. അതുപോലെ തന്നെ അള്ളാൻ്റെ മാർഗത്തിലുള്ള സൂഫിയാക്കളുമുണ്ട്, ശൈത്താൻ്റെ മാർഗത്തിലുള്ള സൂഫിയാക്കളുമുണ്ട്. ഇതിന് രണ്ട് അടയാളങ്ങളും അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. അടയാളങ്ങളില്ലാത്ത ഒരു വിഷയവും ലോകത്ത് അള്ളാഹു തആല ഇന്നേ വരെ നടപ്പാക്കിയിട്ടില്ല, ഇനി നടപ്പാക്കാനിരിക്കുന്നു ഇല്ല. എന്തിനാ അടയാളങ്ങൾ നിർത്തിയത്? ജനങ്ങൾക്ക് തിരിച്ചറിയണം, എന്നിട്ട് അതിൽ നിന്ന് ജനങ്ങൾ പിന്മാറണം. പിന്നെ വീണ്ടും അതിലേക്ക് പെട്ടാൽ റബ്ബ് തആല നാളെ റബ്ബ് ശിക്ഷിക്കുമ്പോൾ റബ്ബിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അടയാളം റബ്ബ് തആല തരുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ചില അടയാളങ്ങൾ ഇന്നേ വരെ വന്നതിൽ നിന്ന് ചില അടയാളങ്ങൾ ചില ആളുകളിൽ നിന്ന് കാണാനും കേൾക്കാനും ഒക്കെ ഇടയായി. ഇപ്പോൾ അത് പരസ്യമാക്കൂല. കാരണം ഈ പ്രസംഗം കേൾക്കേണ്ട ആളുകൾ കേട്ടുകൊണ്ട് നിൽക്കുന്നുമുണ്ട്, അവർക്ക് തിരുത്താനുള്ള ഒരു സമയവും ഉണ്ട്. അവർ തിരുത്തുന്നില്ലെങ്കിൽ പിന്നെ മറ്റത് പരസ്യം ചെയ്യലാണ്. ജനങ്ങളിലേക്ക് വിഷയം എത്തിച്ചു കൊടുത്തേ മതിയാവും. അപ്പം അവർ തിരുത്തുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഖൈറ് മിണ്ടാതിരിക്കലാണ്. കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കടുത്ത സിഹർ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. എന്നാൽ അവരുടെ അസ്ലിയായ ഖവായിൽ ഒരു പക്ഷേ ഇതുണ്ടാവുകയും ചെയ്യാം. അസ്ലിയായ ഖവായിലുള്ളതാണെങ്കിൽ അത് നമുക്ക് ജനങ്ങളോട് പറഞ്ഞു കൊടുത്തേ മതിയാവൂ. കാരണം അവർ നിർത്തൂല. അസ്ലിയായ ഖവാ അല്ല, സിഹർ കൊണ്ടാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ തിരുത്തും. ഞാനത് പറയാനുണ്ടായ കാരണം അതാണ്. പിന്നെ വേറൊന്ന്, വല്ലാതെ സുന്നത്ത് ജമാഅത്തിൻ്റെ എതിരാളികളെ വല്ലാതെ ഒരാളെങ്ങാനും എതിർത്ത് സംസാരിച്ചാൽ അവർ സിഹർ ചെയ്യും. ഇങ്ങനെ സിഹർ ചെയ്യപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട EK ഹസ്സൻ മുസ്ലിയാർ റളിയല്ലാഹു മർക്കദ. അവിടുത്തെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. അതല്ലാതെ നിന്റെ ഹക്കായ ദീനില്ല, ബാക്കിയെല്ലാം ബിദ്അത്താണ്. ബിദ്അത്തെല്ലാം വലാലത്താണ്, വലാലത്തെല്ലാം നരകവുമായി ബന്ധപ്പെട്ടതുമാണ്. സുന്നത്ത് ജമാഅത്തിൽ ഞങ്ങളെ നിർത്തണേ അല്ലാ. അങ്ങനെ സിഹർ ചെയ്യപ്പെട്ടവരിൽ പെട്ടവരാണ് പതിസ്താദ്. സിഹർ കടുത്തതായിരുന്നു വന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് ശംസുൽ ഉലമക്ക് സിഹറായിരുന്നു. അത് മുദബ്ബിറുൽ ആലം മടവൂർ മഹാനര് തന്നെ നേരിട്ട് ശംസുൽ ഉലമയുടെ പ്രധാന ശിഷ്യനോടാ പറഞ്ഞത്. ശംസുൽ ഉലമക്ക് സിഹറുണ്ട്, അത് ഇന്നാളാണ് ചെയ്തത് എന്ന് സമസ്തയിൽ പ്രശ്നം വരുന്നതിൻ്റെ മുമ്പെയാണ് പറഞ്ഞു കൊടുത്തത്. ഇന്നതിന് ശേഷമാണ് സമസ്തയിൽ പ്രശ്നങ്ങൾ വന്നു. പക്ഷേ അത് ദീനിന് ഉപകരിക്കുന്ന, മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു പ്രവർത്തനമായതുകൊണ്ട് അല്ലാഹു തആല അതിന് മാറ്റത്തിരുത്തലുകൾ വരുത്തിയിട്ടില്ല. അവൻ്റെ ആരിഫീങ്ങളായ ഔലിയാക്കൾ അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്തൊരു പണിയിട്ട് ചെയ്യേയില്ല. അല്ലേ തടയാൻ മാത്രം അല്ലാഹു തആലയുടെ സൃഷ്ടികളിൽ നിന്ന് തന്നെയുണ്ട്. റബ്ബിൻ്റെ പൊരുത്തം തിരിച്ചാണ് ഇവിടെ ഖൈറ് നടപ്പാവാൻ പോവുകയാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ ഉലമാക്കളുടെ സ്ഥാനം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു ഘട്ടം വരികയാണ്. പലതും അല്ലാഹു തആല നിശ്ചയിക്കല് ഭൗതിക സബബിട്ടിട്ടാണ്. ആ സബബ് തന്നെയാണ് സിഹർ കൊണ്ട് സംഭവിച്ചത്. അപ്പോൾ അല്ലാഹു തആലൻ്റെ ഖളായിൽപ്പെട്ട വിഷയം റബ്ബിൻ്റെ ആരിഫീങ്ങളായ ഔലിയാക്കളോ അവൻ്റെ അമ്പിയാക്കളോ തൊടുന്ന പ്രശ്നം ഇല്ല. അവർക്ക് ഒന്നേ ഉള്ളൂ, അത് അള്ളാൻ്റെ പൊരുത്തം. ഇത് റബ്ബിൻ്റെ ഖളായിലുള്ളതാണ്. അതുകൊണ്ട് അവർ അതിനെ
പരിഹാരത്തിന് പോവുകയും ഇല്ല. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെ തുടങ്ങിയിട്ട് പിൽക്കാലത്ത് ജീവിച്ചിരിപ്പിലുള്ള പല പ്രാസംഗികന്മാർക്കും സിഹർ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് പല ആളുകളും ഇപ്പോൾ രോഗത്തിന് ആ സിഹറിൽ നിന്ന് അതിൻ്റെ ചികിത്സ നടത്തുകയും സിഹർ കുറഞ്ഞെങ്കിലും ബാത്തിലാകുന്ന സമയത്ത് അവർ നേരത്തെ പറഞ്ഞു പോയ പല വിഷയങ്ങളും തിരുത്തുകയും ചെയ്തു. പക്ഷേ ഇവിടെ ചില ആളുകൾ തിരുത്തുന്നത് കാണുന്നില്ല. അപ്പോഴാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചത്. അവർ തിരുത്തുമെന്നുണ്ടെങ്കിൽ, സിഹറുണ്ടെങ്കിൽ അത് ചികിത്സിച്ച് ഭേദകമാക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ പേരെടുത്ത് പറഞ്ഞിട്ടോ ഒന്നും മുതിരരുത്. കാരണം അതൊരു തെറ്റാണ്. നല്ല മനുഷ്യനായിരിക്കാം ഒരു പക്ഷേ. അതല്ല അവരെ കൊണ്ട് ശല്യം തന്നെയാണ് വരുന്നത്, സുന്നത്ത് ജമാഅത്തിന് ശല്യം തന്നെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇത് തുറന്ന് പറയേണ്ടി വരും. തുറന്ന് പറയുക തന്നെ ചെയ്യും. അടയാളങ്ങൾ തുറന്ന് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. കാരണം ഒരു അല്ലാഹു തആല ഹിദായത്ത് നൽകിയ ഒരു മോന് പോലും ഇവിടെ പഴച്ചു പോവാൻ പാടില്ല. മറ്റൊരു മതക്കാർ ഈ സുന്നത്ത് ജമാഅത്തിനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാം എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം. അത് മുസ്ലിങ്ങളിലേക്കും എത്തിക്കണം, മറ്റു ഇതര മതസ്ഥരിലേക്കും എത്തിക്കേണ്ടതുണ്ട്. അത് നമ്മൾ എത്തിക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയവും ആർക്കും വേണ്ട. എന്താണ് ദീനുൽ ഇസ്ലാമിൻ്റെ അടയാളങ്ങൾ? ഖിളിർ നബി അലൈഹി ഇസ്ലാമും മൂസാ നബി അലൈഹി ഇസ്ലാമും ഓർക്കുന്നുണ്ടോ? ഖുർആൻ പറഞ്ഞ കഥ എന്താ? മൂസാ നബി അലൈഹി ഇസ്ലാം പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് പൊതുജനങ്ങളിലൂടെ പൊതുജനങ്ങൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പൊതുജനങ്ങളെ സംസ്കരിച്ചെടുക്കുന്നു. പരസ്യമായ നിലക്ക് തന്നെ ഖിളിർ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് അല്ലാഹു തആല മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അങ്ങോട്ട് അയച്ചിക്കുക. കാരണം ഇത് വ്യക്തമായി ഉമ്മത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഉമ്മത്തിനെ വ്യക്തമായി പഠിപ്പിക്കാൻ വേണ്ടിയാണത് അങ്ങോട്ടയച്ചു. ആരാണ് മൂസാ നബി അലൈഹി ഇസ്ലാം? അത് ഉലുൽ അസ്മിൽപ്പെട്ടതാ. സാധാരണ നബിയൊന്നുമല്ല, സാധാരണ നബിയല്ല. നബിമാരിൽ അത്യുന്നത പദവി നിൽക്കുന്ന ആദരവായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം തൊട്ടടുത്ത സ്ഥാനം അലങ്കരിക്കുന്ന മഹാനാണ്. എന്നാൽ ഖിളിർ നബി അലൈഹി ഇസ്ലാമോ നബിയാണ്, ഏറ്റവും താഴെക്കടയിലുള്ള നബിയാണ്. അപ്പം അങ്ങോട്ടാണ് അയച്ചത്. ഇവിടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് ബഹുമാനപ്പെട്ട മുദബ്ബിറുൽ ആലം മടവൂർ മഹാനര് കാന്തപുരം ഉസ്താദിനോട് പറഞ്ഞെന്ന് യൂസുഫ് കോയ തങ്ങൾ നമ്മോട് പറഞ്ഞു തന്നു. അന്ന് യൂസുഫ് കോയ തങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ടായിരുന്നു. നിങ്ങൾ മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ വഴിയിലും ഞാൻ ഖിളിർ അലൈഹി ഇസ്ലാമിൻ്റെ വഴിയിലുമാണെന്ന്. നിങ്ങൾ ഞങ്ങളുടെ തരീഖത്ത് സ്വീകരിക്കാൻ പാടില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഖിളിർ നബി അലൈഹി ഇസ്ലാം പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. നമ്മൾ തമ്മിൽ ഒക്കൂല. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒക്കാത്ത പരിപാടിക്ക് നമ്മൾ നിൽക്കണ്ട, വിട്ടുപിരിയാ നല്ലതെന്ന്. അപ്പോൾ പിന്നെ റബ്ബിൻ്റെ കൽപ്പന ആയതുകൊണ്ട് അങ്ങോട്ട് തിരിച്ചു നിർബന്ധിച്ചു, ഞാൻ വരട്ടെ. അങ്ങനെയാണ് സമ്മതം കൊടുത്തത്. അവസാനം പറഞ്ഞു ഫിറാഖു ബൈനി വ ബൈനക്. 3 അടയാളെ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പം ഖിളിർ നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രവർത്തനം എന്താണ്? പരസ്യമായി കാണാത്ത ഒരു പ്രവർത്തനം. വരാൻ പോകുന്ന സംഭവത്തെ തടയുക. ദീനുൽ ഇസ്ലാമിനെതിരിൽ വരാൻ പോകുന്ന വിപത്തുകളെ തടയുക. ഖൈറല്ലാത്ത കാര്യങ്ങൾ അത് തടയുക, ഖൈറുള്ള കാര്യങ്ങൾ സ്ഥിരപ്പെടുത്തുക. അതാണല്ലോ കപ്പൽ പൊളിച്ചത്. സാധുക്കളെ കപ്പലാണ്, അപ്പുറത്ത് കള്ളന്മാർ കാത്തിക്കുകയാണ്, പിടിച്ചെടുക്കും. അപ്പം ന്യൂനത വരുത്തിയാൽ അവർ പിടിച്ചെടുക്കൂല, അവിടെ തടഞ്ഞു. ഇവിടെ ആകെ മുന്നിലുള്ള 2 or 3 മരക്കൊള്ളിക്കേ ബുദ്ധിമുട്ട് വരുള്ളൂ, കപ്പലിന് ബുദ്ധിമുട്ട് വരൂല. തൊട്ടപ്പുറത്തോ നല്ല രസമുള്ള കാഴ്ചപ്പാട്, നല്ലൊരു മോന്. മൂസാ നബി അലൈഹി ഇസ്ലാം പറയുന്ന ഇത്ര സീനത്തുള്ള ഒരു കുഞ്ഞ് കൂട്ടത്തിലില്ലല്ലോ. അത്ര സീനത്തുള്ള കുഞ്ഞിനെ പിടിച്ചാട്ട് പന്നാനിക്കാം. തൊട്ടപ്പുറത്തോ കുറച്ചായിട്ട് പോയിട്ട് ദാഹിച്ചു വരഞ്ഞ സമയത്ത് കുറച്ച് വെള്ളം ചെന്ന് ചോദിച്ചപ്പോൾ അതും കൂടി നൽകാത്ത ആ മുതലാളിയുടെ പറമ്പിൻ്റെ ഒരു മൂല കെട്ടി വൃത്തിയാക്കി കൊടുത്തിക്കുക. എന്തേ ഈ കുഞ്ഞിനെ കൊന്നതിൻ്റെ കാരണം? ആ കുഞ്ഞ് വലുതായി പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവൻ പിഴച്ചു കഴിഞ്ഞാൽ അവൻ നരകത്തിലേക്കാണ്. ഒന്ന്. രണ്ടാമത്തതോ അവൻ കാരണമായി
മാതാപിതാക്കളും പഴച്ചു പോകും. അപ്പോൾ ആ കുഞ്ഞിനെയും രക്ഷപ്പെടുത്തി, മാതാപിതാക്കളെയും പരമ്പരയും രക്ഷപ്പെടുത്തി. പിന്നെ മതിൽ കെട്ടിക്കൊടുത്തതോ ഈ അക്രമിയായ മനുഷ്യൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ പറമ്പിൻ്റെ മൂലയിൽ ഒരു പണ്ഡിതൻ, ഒരു നല്ല മോമിനായ മനുഷ്യൻ നിധി സൂക്ഷിച്ചിട്ടിട്ടുണ്ട്. ആ സൂക്ഷിച്ച നിധിയെ ഇവനെങ്ങാനും കണ്ടാൽ ഇവനെടുക്കും. അത് ആ പരമ്പരയിലുള്ള കുട്ടികൾക്കുള്ളതാണ്. അപ്പം അവരിലേക്ക് അത് എത്തണമെങ്കിൽ ഈ മതിൽ വൃത്തിയാക്കി കെട്ടിക്കൊടുക്കണം. അത് കെട്ടി നിലനിർത്തുകയും ചെയ്തു. അത് പറയണമെങ്കിൽ കുറച്ചുകൂടി കാണുകയായിരുന്നു, അത് വേറെ വിഷയം. പിന്നെ അപ്പം ചുരുക്കി പറഞ്ഞാൽ ആരിഫീങ്ങളായ ഔലിയാക്കൾക്ക് അവരുടെ മേഖലയിലുള്ള പ്രവർത്തനവും ശരിയത്തായ നിലക്ക് നിയന്ത്രിക്കേണ്ട ശരീഅത്തിൻ്റെ പണ്ഡിതന്മാർ ആ നിലക്കും ജനങ്ങളെ നിയന്ത്രിച്ചും കൊണ്ടേ നിൽക്കണം. എല്ലാവരെയും ആരിഫീങ്ങളായ ഔലിയാക്കളെ വേക്കൽ വിട്ടാൽ ഇവിടെ വേറുള്ള പണിയൊന്നും നടക്കൂല. ഇവിടെ കൈക്കോട്ടണി നടക്കൂല, ഒരു പരിപാടിയും നടക്കൂല. അതിവിടെ നടക്കേണ്ടതുണ്ട്. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു. ഞാൻ എല്ലാവരോടും പറയട്ടെ യാ റസൂലല്ലാഹ്? പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ആദ്യം കണ്ടു കഴിഞ്ഞാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളായിട്ട് പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒറ്റ അടി അടിച്ചു കൊടുത്തുക. കറിയോടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ ഓടി, കൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഓടി നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലെത്തി. എന്നെ തച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ വിഷയം ചോദിച്ചു. എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങോട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇവൻ ഇതും പറഞ്ഞ് നടന്നാൽ ജനങ്ങൾ മറ്റെന്തോ ജോലി ചെയ്യോ, ഇവിടെ എന്തെങ്കിലും പ്രവർത്തനം നടക്കുമോ? അതുകൊണ്ട് ഞാൻ ദേഷ്യം വന്നപ്പോൾ ഞാൻ തെറ്റുപോയതാണ് എന്നാ പറഞ്ഞ് ഇനി ആരോടും പറയണ്ടാണ്. എന്നാൽ ഉമർ ഈ ചെയ്തത് തെറ്റാണ്, ഞാൻ എൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ഹദീസല്ലേ ആ പറഞ്ഞത്, ഈ അതൊന്ന് മനസ്സിലാക്കട്ടെ. അങ്ങനത്തെ യാതൊരു വർത്താനവും നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടില്ല. നേരെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഇനി പറയേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചില വിഷയത്തിൽ മാത്രം ഒതുങ്ങി ജീവിച്ചു പോയാൽ മറ്റുള്ള പ്രവർത്തനങ്ങൾ നടക്കൂല. ചുരുക്കി പറയട്ടെ, ചില വിഷയങ്ങൾ പറയുമ്പം അതിൻ്റേതായ യോജിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞതാണ്. ഇവിടെ ആരിഫീങ്ങളായ ഔലിയാക്കളുമുണ്ട്, അതേപോലെ തന്നെ സാധാരണ പണ്ഡിതന്മാരും സാധാരണ ആളുകളും ഉണ്ട്. അതങ്ങനെ തന്നെ പോകണം. പിന്നെ വേറൊന്ന് ഇപ്പോൾ മറ്റൊരു വിഷയം വല്ലാതെ ഗൗരവമേറിയത് ഇവിടെ പറഞ്ഞു കളഞ്ഞു, അത് കേൾക്കാൻ കഴിഞ്ഞു. ആളെ പേരിപ്പോൾ പറയൂല, വേണ്ടി വന്നാൽ ആളെ നമുക്ക് പരസ്യം ചെയ്യാം. ഒരുവിധം കേൾക്കുന്നവർക്കൊക്കെ അറിയുന്ന സംഭവം തന്നെയാണ്. അള്ളാൻ്റെ ഖളാഇനെ അമ്പിയാക്കളും ഔലിയാക്കളും തിരുത്തോന്നു. അമ്പിയാക്കളും ഔലിയാക്കളും അള്ളാൻ്റെ ഖളാഇനെ തിരുത്തോന്നു. ഇത് സത്യം പറഞ്ഞാൽ ഔലിയാവ് ശയാത്തിൽ നിന്ന് വരേണ്ട ചില വാദങ്ങളാണ്. അത് തനിച്ച കുഫറാണ് പറഞ്ഞത്, തനിച്ച കുഫർ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഡയറക്റ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. അമ്പിയാക്കളോ ഔലിയാക്കളോ അള്ളാൻ്റെ പൊരുത്തത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ അല്ല. എന്തേ? ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പ ദീനീ പ്രവർത്തനത്തിന് വേണ്ടി ഇത്തിരി സഹായം ചെയ്തൊരു മനുഷ്യൻ മക്കം കണ്ടിട്ടില്ല. ഇത്തിരി സന്തോഷിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിച്ച ഒരു മനുഷ്യനെ മക്കം കണ്ടിട്ടില്ല. ഇത്രയും കനത്ത ആ ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് കലിമത്തു തൗഹീദ് ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊണ്ടക്കുഴി ഒഴിഞ്ഞു കൊടുത്തു, കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു കൊടുത്തു, പക്ഷേ ചെല്ലാൻ കഴിയുന്നില്ല. അപ്പോഴാണ് റബ്ബിൻ്റെ ഉപദേശം വരുന്നത്, യാ റസൂലല്ലാഹ്, വിട്ടുപിരിയണം, ഞാൻ മറ്റൊരു നിലക്കാണ് അതിനെ സൃഷ്ടിച്ചത്, സൃഷ്ടിപ്പ്. ഉടനെ തന്നെ കൈ വലിക്കുകയും തിരിച്ചു പോരുകയും ചെയ്തു. ഇവിടെ അവർ സ്വർഗത്ത് പോകുകയോ ഇല്ലേ അത് വേറെ വിഷയമാണ്. അത് മറ്റൊരു നിലക്ക് വിശദീകരിക്കേണ്ടതാണ്. ഒരു പക്ഷേ ദുആനെ അല്ലാഹു തആല നീട്ടിവെക്കും എന്നൊന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്കുള്ള ഇൽമ എന്താണ്? അള്ളാൻ്റെ പൊരുത്തം എന്താണോ അതിൻ്റെ അപ്പുറം അമ്പിയാക്കൾക്കില്ല, ഔലിയാക്കൾക്കില്ല. ഇത് റബ്ബിൻ്റെ ഖളാ. അത് റബ്ബ് തആലാട്ട് പറഞ്ഞപ്പോൾ ഉടനെ പിന്മാറുന്നു. അപ്പോൾ അള്ളാൻ്റെ ഖളാ. പിന്നെ റബ്ബിൻ്റെ ഖളാ റബ്ബ് തന്നെ മാറ്റി കൊടുക്കുക ചെയ്യുക. ആരുടേതും? മുഅ്മിനീങ്ങളുടെ
ദുആ കാരണമായി ഞാൻ എൻ്റെ ഖളാഉം ഞാൻ തീർത്തുമെന്ന് അല്ലാഹു തആല നമ്മോട് ഉപദേശിക്കുന്നു. അല്ലാതെ അള്ളാഹിൻ്റെ ഖളാഇനെ കൊണ്ടുപോയിട്ട് ഇതെല്ലാം കൂടി മാറ്റത്തിരുത്തൽ ഉണ്ടാക്കാൻ മാത്രം ഔലിയാക്കൾക്കാണ് കഴിവ് വെച്ചാൽ പിന്നെ അള്ളാഹിനെക്കാണ മേലാണ് ഔലിയാക്കൾ എന്ന് പറയേണ്ടി വരും. ഇതൊക്കെ മടവൂർ മഹാനരെ തരം താഴ്ത്തലാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു അവസ്മാര രോഗം പിടിച്ച ഒരു സ്ത്രീയോട് പറയുന്നു, അതിനെ തൊട്ട് നീ ശ്രമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്. കാരണം അള്ളാഹിൻ്റെ അസ്ലിയായ ഖളായിലുള്ളതാണ്. ആ ഖളായിനെ തൊട്ട് ക്ഷമിക്കുന്നു, തൃപ്തിപ്പെടുന്നു. അങ്ങനെ തന്നെ എത്ര ആളുകളോട് പറഞ്ഞു. അതേപോലെ തന്നെ മടവൂർ മഹാനരും പല ആളോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതിനെ തൊട്ട് ക്ഷമിക്കൂ. അങ്ങനെ ക്ഷമിച്ച കാരണം കൊണ്ട് 28 വയസ്സിൽ ക്യാൻസർ വന്നിട്ട് കരളിൻ്റെ പല ഭാഗങ്ങളും തീർന്നു പോയ അബ്ദുൽ അസീസ് മുസ്ലിയാർ, അവരെൻ്റെ സുഹൃത്തും കൂടിയായിരുന്നു. മദനിയാണ്, പൈമ്പാശ്ശേരിയ അവസാനം താമസിച്ചത്. എൻ്റെ നാട്ടിലാണ് അവരുടെ മക്ബറയുള്ളത്. അവർ 28 വയസ്സിലോ മറ്റാണല്ലോ സംഭവിച്ചത്. മദ്രസ പഠനം കഴിഞ്ഞു മദ്രസയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അങ്ങനെ അവസാനം മടവൂർ മഹാനരെ കണ്ടെത്തി അവിടുന്ന് പറഞ്ഞ ഉപദേശം ക്ഷമിക്കാനാണ്, വിഷമങ്ങൾ വേണ്ട. രോഗമുണ്ട് എന്ന് അന്നേരവും പറഞ്ഞു കൊടുത്തത്. ഉടനെ അങ്ങോട്ട് പറഞ്ഞു, എൻ്റെ കാര്യം എന്ന് പറഞ്ഞ ക്ഷമിക്കാനാണ് വീണ്ടും പറഞ്ഞത്. 74 വയസ്സ് വരെ അങ്ങനെ തന്നെ ആ മനുഷ്യൻ ജീവിച്ചു. ഉണ്ടാകുന്ന വേദനയ്ക്കും മറ്റും ബുദ്ധിമുട്ടിനുമൊക്കെ ഗുളികകൾ വാങ്ങിക്കഴിക്കും എന്നല്ലാതെ രോഗം സുഖപ്പെട്ടിട്ടില്ല. എന്നാൽ സൈഫുനയുമായിട്ട് അടുത്ത് ബന്ധം പുലർത്തിയ ഒരു മഹാനും കൂടിയാണ് മഹാനരും. എന്തേ ഇവിടെ സുഖപ്പെടുത്തി കൊടുക്കാതെ നിന്നത്? അവൻ നിലക്ക് തന്നെ ജീവിച്ചത് റബ്ബിൻ്റെ ഖളായിൽ തൃപ്തിപ്പെടാൻ വേണ്ടിയിട്ട് മടവൂർ മഹാനരുടെ ഉപദേശമാണ് ക്ഷമിക്കാൻ പറഞ്ഞത്. ഇങ്ങനെ തുടങ്ങിയിട്ട് പല ആരിഫ്യങ്ങളായ ഔലിയാക്കളും ക്ഷമിക്കാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എന്തേ കാരണം? റബ്ബിൻ്റെ അസ്ലിയായ ഖളായിൽ അങ്ങനെ വന്നതിനെ അവർ ക്ഷമിക്കാനാ പറയുക. അല്ലാതെ അള്ളാഹിൻ്റെ ഖളാലെല്ലാം കൂടി തിരുത്തിയിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഈമാനൊക്കെ ആയിട്ട് പോയിന്ന് വരും. അള്ളാഹിൻ്റെ ഖളായിനെ തൊട്ട് ഒരു ഔലിയാക്കളും കളിക്കില്ല. അപ്പോൾ അസ്ലിയായ ഖളായിൽ ഒരു പക്ഷേ ഈ രോഗം ഉണ്ടാവാം. ആ രോഗത്തെ തൊട്ട് ശ്രമിച്ചാൽ അവർക്ക് സ്വർഗവും ഉണ്ടാവാം. അവിടെ ആരിഫ്യങ്ങളായ ഔലിയാക്കൾ തൊടാഞ്ഞാൽ ഇവൻ എന്ത് മനസ്സിലാക്കും? ചെന്ന് പറഞ്ഞ് സേഹേ എനിക്ക് സുഖമല്ല, ഞാൻ അങ്ങനെ ആക്കണം എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒന്ന് ക്ഷമിക്കേണ്ടതാണ്. ക്ഷമിക്കാൻ ഉപദേശിച്ചു, ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. ഓനെന്ത് എന്ന് വെച്ചു. അങ്ങനെ CM എഴുതാൻ കൊണ്ട് പറഞ്ഞ പോലെ ഉണ്ട്. ഇപ്പോഴും പറഞ്ഞിട്ട് ഹജ്ജിന് പോകാൻ വേണ്ടി ചോദിച്ചു, നീ മക്കത്തൊന്നും പോകേണ്ട ആളല്ല, നീ പോകണ്ടെന്ന് പറഞ്ഞു. മൂപ്പര് പോയി. ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് ഇവരെന്ത് മനുഷ്യനാണെന്ന്. ഓൻ തനിച്ച വഹാബിയായിട്ട് ഇപ്പം ജീവിക്കുന്നുണ്ട് ഓമശ്ശേരി ഭാഗത്ത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത് അസിലിൽ മറ്റതാണ് സാധനം. സേഫനത് കണ്ട് മനസ്സിലാക്കി എന്നിട്ടാ പോട്ടാന്ന് പറഞ്ഞു. എന്നതുപോലെ തന്നെ പലതും ഞാൻ ഇനിയിപ്പോൾ എണ്ണിയാൽ തീരൂല. നമ്മളിപ്പോൾ വീഡിയോ ഇങ്ങനെ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയിട്ട് അതിൻ്റെ ആവശ്യമില്ല, പറഞ്ഞാൽ തീരൂല. റബ്ബിൻ്റെ അസ്ലിയായ ഖളായിനെ തൊട്ടിട്ട് ഒരു വലിയും എതിര് പറയൂല. അതിനെ തൊട്ട് തൃപ്തിപ്പെടാനാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള ഒരു മൂസാജി ചെറുപ്പത്തിൽ രോഗം വന്ന് അവർക്കും ഇതേ രോഗം തന്നെയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ രോഗം കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വേണ്ട, രോഗം നിലനിൽക്കുന്നു, ആ രോഗത്തോടൂടെ തന്നെ മരിക്കുന്നത്. ഈ രോഗമായിട്ട് ഗൾഫിലൊക്കെ പോയി സമ്പത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കുട്ടികളൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്, ഒക്കെ റെഡിയാണ്. അവസാനം ഈ രോഗം കൊണ്ട് തന്നെ മരിക്കുന്നത്. ആ രോഗത്തെ തൊട്ട് അവർ ക്ഷമിച്ചു. ഇത് മനസ്സിലാക്കിയതിനെ കൊണ്ട് മൂപ്പർക്ക് എന്തായി? ഈമാൻ തുറച്ചു പോകാതെ കിട്ടി. എന്നാൽ നിങ്ങളുടെ ഈ സംസാരം കൊണ്ട് മനുഷ്യന്മാരുടെ ഈമാൻ തുറയ്ക്കും. ഈമാൻ തുറക്കുന്ന വർത്താനം വെളിയാണെന്നും പറഞ്ഞിട്ട്, സൂഫിയാണെന്നും പറഞ്ഞിട്ട്, മറ്റതാണെന്നും പറഞ്ഞ് ഒലക്കയാണെന്നും പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കരുത്. ഇത് അപകടമുള്ള വാക്കുകളാണ്. അതുകൊണ്ട് നിർത്തുന്നു. വേണ്ടി വന്നാൽ ഇനി മറ്റേ അടയാളം നമ്മൾ പറയുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ തിരുത്താം. നിൻ്റെ വയ്യേക്ക് സ്വീകർ ചെയ്തിട്ട് എനിക്കിനിപ്പോൾ ഒരു നഷ്ടവും വരാനില്ല. കാരണം എന്താ, എൻ്റെ എല്ലാ കാര്യവും പൂർത്തിയായി കുത്തിരിക്കാം. അത് മടവൂർ മഹാനരിലൂടെ അവരിലൂടെ അല്ലാഹു തആല നമുക്ക് പരിഹരിച്ചു തന്നു. അവർക്കത് പരിഹരിക്കാനുള്ള അധികാരം അല്ലാഹു തആല കൊടുത്തു. ഞാൻ എൻ്റെ കുട്ടികളൊക്കെ കല്യാണം അയച്ചു കഴിഞ്ഞു. ഇനി അസ്രായിൽ അലൈഹിസ്സലാം വരുന്നത് എന്നാണ് ഇങ്ങനെ നോക്കി നടക്കുക. പോകുന്ന സമയത്ത്
ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നൊന്ന് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് തന്നു കിട്ടി. അത് ഞാൻ ഏറ്റു ചൊല്ലി കിട്ടി. അവിടുത്തെ അത് കണ്ട് അവിടുന്ന് പുഞ്ചിരിക്കുന്ന മുഖത്തെ കണ്ടുകൊണ്ടൊന്ന് പോകാൻ ഒന്ന് വലിയ ആഗ്രഹമായിട്ടാണ് നടക്കുന്നത്. റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് തൗഫീക്ക് തരണേ അല്ലാ. കണ്ട് കുരുത്തം കെട്ട വിധേയികളാകുന്ന ശൈത്താൻ്റെ ഔലിയാക്കളുടെ പ്രവർത്തനം കണ്ട് അതിലേക്ക് ഞങ്ങൾ പെട്ടുപോകരുതേ അല്ലാ. ഞങ്ങൾ നീ സംരക്ഷിക്കണേ തമ്പുരാനെ, ഞങ്ങൾക്ക് കാവലേക്കണേ അല്ലാ. മടവൂർ മഹാനരുടെ ഹക്ക് വർക്കത്ത് കൊണ്ട് പറയുന്നു, അവിടത്തെ പോലും തരം താഴ്ത്തുന്ന വാക്കുകൾ ഉപയോഗിച്ച് അവിടെ പുകഴ്ത്തി ഇങ്ങനെ സംസാരിക്കുന്നു, അവരെ തരം താഴ്ത്തുന്ന വാക്കുകളും ഉപയോഗിക്കുന്നു. അവരുടെ സെറിൽ ഞങ്ങളെ പെടുത്തരുതേ അല്ലാ. അവരെയും ഹിദായത്തിലാക്കണേ അല്ലാ, രക്ഷപ്പെടുത്തി തരണേ അല്ലാ. സുന്നത്ത് ജമാഅത്ത് അത് നേർവർഗത്തെ തന്നെ കൊണ്ട് നടക്കാൻ, സ്വന്തം ശരീരത്തിൽ കൊണ്ട് നടക്കാനും സമൂഹത്തെ അതിലേക്ക് നയിക്കാനുമുള്ള തൗഫീഖ് കാലഘട്ടത്തിൻ്റെ പണ്ഡിതന്മാർക്ക് ആഫിയത്തും ഹിമ്മത്തും കൊടുത്ത് സഹായിക്കണേ അല്ലാ. കാന്തപുരം ഉസ്താദ് ജനിച്ച് 7 വയസ്സാണ് ഇപ്പം നമുക്കൊക്കെ പറയാൻ പറ്റുള്ളൂ. അതൊക്കെ ഞാൻ കേട്ടതാണ്. കാന്തപുരം ഉസ്താദിന് വയസ്സ് അധികമാണ്, എനിക്ക് കുറവാണ്. അന്ന് മുതൽക്കേ ഉള്ളതാണ് വിധേയികളോട് സന്ധിയില്ല സമരം, അവരെ പറ്റിയിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കൽ. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു, ഇന്നും അത് തുടരുന്നു. കാന്തപുരം ഉസ്താദിൻ്റെ ഹക്കുജ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, അല്ലാ ഞങ്ങൾ അവിടുത്തെ തർബീയത്തിലായി സ്ഥിരപ്പെടുത്തി തരണേ അല്ലാ. ആരെന്ത് കുതന്ത്രങ്ങൾ പറഞ്ഞാലും അവിടത്തേക്കൊരു പോറലും ഏൽക്കരുതേ അല്ലാ. ഈ സമൂഹത്തെ നിയന്ത്രിക്കുന്നത് അവിടുന്നാണ്. അവിടുത്തെ നേതൃത്വം ഞങ്ങൾക്ക് എന്നും തന്ന് സഹായിക്കണം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ അർഹമർ റഹീമീൻ.